ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം 9-10 ക്ലാസ്സുകളിലെ SSC പ്രീമെട്രി സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് OTR രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. OTR രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളുടെ വിവരങ്ങൾ സ്കൂൾ ലോഗിനിൽ പ്രഥമാധ്യാപകരോ അല്ലെങ്കിൽ പ്രഥമാധ്യാപകർ ആരാണോ സ്കോളർഷിപ്പ് ചാർജ് വഹിക്കുന്നത് ആ അധ്യാപകർ ഇത്തരം കുട്ടികളുടെ OTR വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് സമർപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്കൂൾ ലോഗിനിലൂടെ OTR വെരിഫിക്കേഷൻ നടത്താൻ കഴിയുക, അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായി തന്നെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ SSC പ്രീമെട്രിക്കുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്കിത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടത്. നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇടത് ഭാഗത്ത് അപ്ഡേറ്റ് OTR ഡീറ്റെയിൽസ് എന്ന് കാണാം. അതിൽ 3 വിവരങ്ങളാണ് ഉള്ളത്. അപ്ഡേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ OTR, വെരിഫൈഡ് സ്റ്റുഡൻസ് ലിസ്റ്റ്, വെരിഫൈഡ് സ്റ്റുഡൻറ്റ് OTR. ആദ്യമായിട്ടാണ് OTRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്രാൻസിൽ പ്രവേശിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ OTR എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കൂളിൻ്റെ UDICE കോഡ് വിവരങ്ങളാണ് നൽകേണ്ടത്. UDICE കോഡ് വിവരങ്ങൾ നൽകി കഴിയുമ്പോൾ OTR വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജാണ് ലഭിക്കുക. അതുപോലെ UDICE കോഡും ഒക്കെ തന്നെ കാണിക്കും. ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ OTR രജിസ്ട്രേഷൻ നമ്മുടെ ഗ്രാൻസ് വെബ്സൈറ്റിൽ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാം. തുടർന്ന് OTRുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി ചെയ്യേണ്ടത് ഈ അപ്ഡേറ്റ് OTR ഡീറ്റെയിൽസ് എന്നതിന് താഴെ വെരിഫൈ സ്റ്റുഡൻസ് OTR എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 9-10 ക്ലാസ്സുകളിലെ കുട്ടികളുടെ വിവരങ്ങളാണ് കാണാനായിട്ട് കഴിയുക. അതിലെ മറ്റ് ക്ലാസ്സുകളിലെ വിവരങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് 9-10 ക്ലാസ്സുകളിൽ SSC കുട്ടികളുടെ വിവരങ്ങളാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ OTR വെരിഫൈ ചെയ്യുന്നതിനായിട്ട് ക്ലാസ് 9 സെലക്ട് ചെയ്യുക. ക്ലാസ് 9 സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ പേര് വിവരങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഈ കുട്ടിയുടെ പേരാണ് അതാണ് വെരിഫൈ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വെരിഫൈ OTR എന്ന് കാണാം. വെരിഫൈ OTR എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ കുട്ടി അപ്ലൈ ചെയ്തപ്പോൾ ലഭിച്ചിരിക്കുന്ന OTR നമ്പർ ഇവിടെ നമുക്ക് നൽകേണ്ടതുണ്ട്. OTR നമ്പർ നൽകി വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റ ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുക. തുടർന്ന് നമുക്ക് ബാക്ക് തന്നെ പോയി ഇത്തരത്തിൽ ഓരോ കുട്ടികളുടെയും വിവരങ്ങൾ OTR നമ്പർ നൽകിയിട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. വെരിഫിക്കേഷൻ നടത്തിയ കുട്ടികളുടെ പേര് വിവരങ്ങൾ വെരിഫൈഡ് സ്റ്റുഡൻസ് ലിസ്റ്റ് എന്ന ടാബിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അവരുടെ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ നടന്ന കുട്ടികളുടെ പേരുകൾ താഴേക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. തുടർന്ന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 2 കമ്പോണൻ്റാണുള്ളത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കമ്പോണൻറ്റ് 1 ആണ്. കമ്പോണൻറ്റ് 2 എന്നുള്ളത് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കമ്പോണൻറ്റ് 2. കമ്പോണൻറ്റ് 1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്പോണൻറ്റ് 1 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി കമ്പോണൻറ്റ് 2 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. കമ്പോണൻറ്റ് 1 സെലക്ട് ചെയ്തതിന് ശേഷം 9ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഡേറ്റ എൻട്രി ഫ്രഷ് ആയിട്ടും 10ലെ കുട്ടികളാണെങ്കിൽ ഡേറ്റ എൻട്രി റിന്യൂവലായാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് 9ലെ കുട്ടിയാണ് ഇതുകൊണ്ട് ഡേറ്റ എൻട്രി ഫ്രഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സ്കീം സെലക്ട് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ആധാർ നമ്പർ എൻട്രി ചെയ്യാം. ആധാർ നമ്പർ നൽകിയതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കുട്ടിയുടെ പേരുകൾ താഴേക്ക് ലഭ്യമായിട്ട് വരുന്നു. ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പറും ജാതി സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയും വിവരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പറും സെക്യൂരിറ്റി കോഡും അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും സെക്യൂരിറ്റി കോഡും നൽകിയതിന് ശേഷം ഇവിടെ താഴെ സബ്മിറ്റ് സേവ് ഡേറ്റ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് ചെയ്യേണ്ടത് അതിലെ ഡേറ്റ എൻട്രി റിന്യൂവൽ എന്നുള്ളതാണ്. റിന്യൂവൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് OTR ചെയ്ത് വെരിഫിക്കേഷനൊക്കെ നൽകിയതിന് ശേഷം അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വീണ്ടും വരുന്നത്. അങ്ങനെ ചെയ്ത കുട്ടികളുടെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്കീം സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ പേര് താഴേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നു. ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നതിന് ശേഷം ആ കുട്ടികളുടെ പേര് നമുക്കിവിടെ കാണാം. ഇവിടെ വെരിഫൈഡ് എന്നുള്ള റിമാർക്സ് നൽകി ഡിക്ലറേഷൻ ടിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ ഈ ഒരു പ്രീമെട്രിക്കുമായി ബന്ധപ്പെട്ട് SSC പ്രീമെട്രിക്കുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പണം പൂർത്തിയാകുന്നു.